പെങ്ങളെ നീ ഒന്ന് പെങ്ങളെ ഇവടി വേണ്ടേ നിനക്ക് ഈ വീട്ടിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ എടുക്കാനുണ്ടെങ്കിൽ ആ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് ഇപ്പൊ എന്റെ കൂടെ വന്നോണം. എന്തിന്? നമുക്ക് നമ്മുടെ വീട്ടിൽ പോകാം. എടി നിന്നെ സംരക്ഷിക്കാൻ എന്റെ അച്ഛനുണ്ട് ആ വീട്ടില്, ഞാനുണ്ട് എന്റെ ആങ്ങള. ഇങ്ങനെ വല്ലവന്റെ ആട്ടും തുപ്പും കേട്ടൊന്നും ഇങ്ങനെ നീ കഷ്ടപ്പെട്ട് ജീവിക്കേണ്ട കാര്യമില്ല. ആ പിന്നെ നിന്നോടൊരു കാര്യം, നീ വരുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞങ്ങളുടെ കൂടെ ഇറങ്ങണം. ഇല്ലെങ്കിൽ പിന്നെ പുലിയുടെ വീട്ടിന്റെ പടി ഓട്ടാൻ ഞാൻ അനുവദിക്കത്തില്ല. ഞങ്ങൾ പോയിട്ട് പിഞ്ചയും കൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകും കേട്ടോ. അളിയനൊന്നും പറയണ്ട, അളിയനൊന്നും പറയണ്ട. അളിയ എല്ലാ കാര്യങ്ങളും അറിയാം. എന്റെ പെങ്ങൾ ഇവിടെ കിടന്ന് അനുഭവിക്കുന്ന ദുഃഖങ്ങൾ എനിക്കറിയാം. അളിയന്റെ പെങ്ങളെ പീഡിപ്പിക്കല്ലേ ഒളിയ? എന്റെ പെങ്ങളെ പെട്രോൾ ഒഴിച്ച് കണക്കിൽ കത്തിക്കുമല്ലോ ഒളിയ. ഇതിന് മാത്രം എന്ത് പ്രശ്നം എന്ത് പ്രശ്നം ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞുതരാം. അളിയൻ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങള്. അയ്യോ എന്തോന്നിത്? എന്താ അളിയ ഞാൻ പറയട്ടെ? അളിയനൊന്നും പറയണ്ട, അളിയനൊന്നും ഒരക്ഷരം പറയണ്ട. എന്താണ് പ്രശ്നം ആരെങ്കിലും ഒരാള് പറ പ്ലീസ്. എനിക്കെല്ലാം അറിയാളിയാ. ഇന്ന് ഈ വീട്ടിൽ ഇങ്ങനെ ഊണ് കഴിച്ചോണ്ടിരിക്കുമ്പോ അതിനകത്ത് ഇത്രയും ചെറിയൊരു മുടി കിട്ടി. അതിനായി വഴക്ക് ഉണ്ടാക്കിയേക്കുന്നത്. പെങ്ങള് വിഷമിക്കണ്ട. പെങ്ങളെ ഇങ്ങനെ പോന്നെ പോട്ടെ, വേറെ 100 ആലോചന ഞാൻ കൊണ്ടുവരാം. എന്തിനാ ഈ പുളുന്താനെ കെട്ടുന്നതിന് മുമ്പ് ആയിരക്കണക്കിന് കല്യാണാലോചന വന്ന, മൈസൂർ കൊട്ടാരത്തിന് വരെ ആലോചന വന്ന. അത് പിന്നെ ഇവക്ക് കന്നഡ അറിഞ്ഞൂടായിരുന്നു. എന്റെ അളിയ ഞാൻ ഒന്ന് പറയട്ടെ മക്കളെ, ഇവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്നു. അളിയനൊന്നും പറയണ്ട അളിയ, ഇരുന്നതൊക്കെ എനിക്കറിയാം. അളിയ ഒന്നും പറയണ്ട. അച്ഛൻ എന്താണ് കാര്യം? മക്കളെ അച്ഛൻ പറയാം. ഇന്ന് അച്ഛൻ ഊണ് കഴിച്ചോണ്ടിരിക്കുകയായിരുന്നു, അമ്മ അടുത്തിരിപ്പുണ്ടായിരുന്നു. അപ്പൊ അച്ഛൻ കഴിക്കുന്ന ചോറ് ഇന്നൊരു മുടി കിട്ടി. കണ്ടോ പറയട്ടെന്ന്. അപ്പൊ ആ മുടി മാറ്റി വെച്ചിട്ട് ഞാൻ ചോറ് കഴിച്ച്. അത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ കൈ കഴുകിയിട്ട് വരുമ്പോണ്ടല്ലോ എന്നെ കുറ്റം പറയുന്നു. ഞാൻ വഴക്ക് പറഞ്ഞില്ല. അതൊന്നുമല്ല അളിയ, അളിയൻ ഇത് കള്ളം പറയാ. എനിക്ക് സംശയമില്ല. കള്ളം പറയണം മണി, പറയണ്ട. ഇത് ഞാൻ പറഞ്ഞുതരാം കാര്യം എന്തോ സംഭവിച്ചതെന്ന് കൃത്യമായിട്ട്. ഞാൻ ചോറ് വിളമ്പി ചേട്ടൻ ഇരുന്ന് കഴിച്ചോണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു മുടി കയ്യിൽ വന്നു. കൈ വന്ന മുടിയുടെ അടുത്ത് മാറ്റി വെച്ചിട്ട് ഒരു എക്സ്പ്രഷൻ പോലും വ്യത്യാസം വരാതെ ഇരുന്ന് തിന്നോണ്ടിരിക്കുന്നു. എന്നിട്ട് ഇത് കണ്ടപ്പോ എനിക്ക് കലി വന്നു. ഒരു സാധാരണ മനുഷ്യന് ചോറിൽ നിന്ന് മുടി കെട്ടിക്കഴിഞ്ഞാൽ ദേഷ്യം വരുമോ ഇല്ലയോ? മണിക്കുട്ടൻ ചേട്ടനാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, ചോറിന് മുടി കെട്ടിക്കഴിഞ്ഞാൽ എന്തോരം ഭൂകമ്പം ഉണ്ടാക്കിയാനെ, ആണോ ഇല്ലയോ? ഞാനാണെങ്കിലും അതെ. ഇതും ഒന്നും പറയാതെ ഇരുന്ന് കഴിക്കുന്ന. അപ്പൊ എന്താ, വന്ന ദേഷ്യത്തിനെ കടിച്ചമർത്തി അഭിനയം. നല്ല വെള്ള ചമയല്. അങ്ങനെ ഇപ്പൊ നല്ല വെള്ള ചമയേണ്ട വല്ല ആവശ്യമുണ്ടോ? തൊട്ടടുത്ത് ഞാൻ ഇരിപ്പുണ്ട്. എന്റെ അടുത്ത് പറയണ്ടേ, മണി ഇത് ആവർത്തിക്കരുത്, അല്ലെങ്കിൽ ശ്രദ്ധിക്കണം എന്നെങ്കിൽ ഇന്ന് പറഞ്ഞൂടെ? ആണോ അല്ലയോ? മനസ്സിലായ? ഇതാണ് കാര്യം. ചേട്ടന് കാര്യം പിടികിട്ടിയ? നല്ല വെള്ള ചമയല്, ഭാര്യയുടെ മുന്നില് വീട്ടുകാരുടെ മുന്നില് അഭിനയം. ദേഷ്യം വന്നാൽ ദേഷ്യം പുറത്ത് കാണിക്കണം. എനിക്ക് ദേഷ്യം വന്നില്ല. ഈ അഭിനയം കണ്ടപ്പോ എനിക്ക് നല്ല ദേഷ്യം വന്നു. ഞാൻ വായി തോന്നി ഇതൊക്കെ വിളിച്ചു പറഞ്ഞു. ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ്. എന്റെ പാവ അച്ഛൻ ഒരക്ഷരം പോലും മിണ്ടാതെ മുടി വീണ ആ ഭക്ഷണത്തിന് അങ്ങ് എടുത്ത് മാറ്റിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോയി കൈ കഴുകിയിട്ട് വന്നപ്പം എന്താണ് മുടി വീണത് എന്ന് പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കാതെ മിണ്ടാതിരുന്നതാണ് എന്റെ അച്ഛൻ ചെയ്ത തെറ്റ്. എന്നിട്ട് ഒരു കാരണവും ഇല്ലാതെ അച്ഛനോട് വഴക്കുണ്ടാക്കി കരഞ്ഞോണ്ട് അകത്ത് കയറി പോയി. ഇതൊന്നും അറിയാതെ മാമൻ എന്ത് ചെയ്തു? ഇവര് തമ്മിൽ ഡിവോഴ്സ് ചെയ്യണമെന്നും വീട് വിട്ട് ഇറങ്ങി പോവാന്ന് പറയുകയും ചെയ്തു. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ ആദ്യമേ പറഞ്ഞു ഇവര് തമ്മിലുള്ള കാര്യത്തിന് ഇടപെടരുത്. അവസാനം ഇവര് രണ്ടും ചക്കര ഈച്ചയും പോലെ ആവും. എന്തോ വരുന്നു? ആരാണ്ട് വിളിക്കുന്നു. വിളിച്ച് മക്കളെ വിളിച്ച് മുങ്ങിയതാ. അങ്ങനെ മുങ്ങിയാലോ? പിന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പാമ്പിടിച്ച അളിയനെ എന്തെല്ലാം ഞാൻ പറഞ്ഞു. പണ്ട് മുതലേ എന്റെ നേച്ചർ അങ്ങനെ. ആവശ്യമില്ലാത്ത കാര്യത്തിന് കയറി ഇടപെട്ട് ചുമ്മാതെ അവസാനം നാറും. ഫോട്ടോയില്ല. അളിയ എന്ത് ഇവിടെ ഒന്ന് ഒറ്റയ്ക്ക് നിൽക്കുന്നേ? ഒന്നുമില്ലല്ലേ? ഒന്നുമില്ലെന്നേ. കുറ്റബോധം കൊണ്ട് മാധവൻ ഏതോ യന്ത്രമായി മാറി എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് മാമനായിട്ട് വെച്ച് വെച്ചതല്ലേ? അളിയന് വിഷമം വല്ലതും ഉണ്ടോ? എന്തിന്? അല്ല ഞാൻ അങ്ങനൊക്കെ പറഞ്ഞതില് ഒരു വിഷമവും ഇല്ല. ഒന്നുമില്ലല്ലോ. അളിയൻ അങ്ങോട്ടൊന്ന് മാറിയേ. എന്താ അളിയ? അങ്ങോട്ടൊന്ന് മാറി നിക്കേ. പെങ്ങളിങ്ങ അടുത്ത് വന്നേ. എന്റെ പെങ്ങളെ, ഇതുപോലൊരു വീട്ടിലൊരു സംഭവം ഉണ്ടാവുമ്പം
യഥാർത്ഥത്തിൽ ചൂടാകേണ്ട ആരാ? ആരാ? ഭർത്താവല്ലേ? അതെ. അതിന് നീ പാവം പിടിച്ച അങ്ങേരത്ത് ചൂടായിക്കൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവസാനം എന്നെ കൊണ്ട് ഡൈവോഴ്സ് ചെയ്യിക്കണമെന്ന് വരെ പറയേണ്ടി വന്നില്ലേ? എന്ത് കാര്യത്തിന്? ചൂടായില്ലാത്തോണ്ട്, ചൂടാവാത്തോണ്ട്. എന്താ ചൂടാകാത്തന്ന്? എടി, ഈ പാവപ്പെട്ട മനുഷ്യ എന്തുമാത്രം വിഷമിച്ച് കാണും. ആ, മേലാൽ ഇത്ര ആവർത്തിച്ചേക്കരുത്, പറഞ്ഞു കേട്ടല്ലോ. ആ, അളിയ കുഴപ്പമില്ല അളിയ, കുഴപ്പമില്ല. ഞാനും സോറി. അത് തന്നെ. എന്നാ നീ കൈ കൊടുക്ക്, കൈ കൊടുക്ക്. അതിന് ഞങ്ങള് തമ്മിൽ പ്രശ്നമൊന്നും ഇല്ലല്ലോ അളിയ. അല്ല, പ്രശ്നം ഇപ്പൊ സോൾവ് ആയില്ലേ? ആ, അതിന്റെ മുമ്പും ഇല്ലായിരുന്നു. അളിയനാണ് പ്രശ്നം. മാമനാണ് പ്രശ്നം. അല്ല, ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലായിരുന്നു. ഇല്ലായിരുന്നല്ലേ? എനിക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നി. ഇപ്പൊ എല്ലാം സോൾവ് ആയില്ലേ? മണി സോൾവ് ആയി. നമുക്ക് പോട്ടെ. പോട്ടെ. ആയിക്കോട്ടെ. അല്ല മാമ, എനിക്ക് അറിഞ്ഞുവിടാൻ വയ്യാത്തോണ്ട് ചോദിക്കുക, മാമൻ എന്തിന്റെ കേടായിരുന്നു? എടി, അതെ, എനിക്ക് ആ പാടെ ഒരു പെങ്ങളല്ല ഉള്ളത്. അവിടെ കണ്ണ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കൺട്രോൾ കിട്ടത്തില്ല, പിടിച്ചാൽ നിൽക്കത്തില്ല. ഇപ്പൊ എന്തായി? അല്ല, എന്നാലിപ്പോ അവര് ചോദിച്ചല്ലോ, ആ സാരമില്ല. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്.